നമസ്കാരം. സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള സിനോണിംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സിനോണിംസിൻ്റെ ഒരു ക്ലാസ് മുന്നേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഹെയ്റ്റ്. ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുക്കുക. ഹെയ്റ്റിൻ്റെ സിനോണിമാണ് അബോർ. ഹെയ്റ്റ്, അബോർ. ഓപ്ഷൻസിലുള്ള മറ്റു വേർഡുകൾ നോക്കാം. ബെക്വീത്ത്. ബെക്വീത്ത് എന്നാൽ ഇഷ്ടദാനം ചെയ്യുക. ബിനമ്പ്, സ്തംഭിപ്പിക്കുക. ബെസ്റ്റോ, ദാനം ചെയ്യുക. ഹെയ്റ്റ്, ഹെയ്റ്റിൻ്റെ സിനോണിമാണ് അബോർ. അടുത്ത ക്വസ്റ്റ്യൻ, അബ്സ്റ്റെയിൻ. അബ്സ്റ്റെയിൻ എന്നാൽ വിട്ടു നിൽക്കുക. അബ്സ്റ്റെയിൻ്റെ സിനോണിമാണ് റിഫ്രെയിൻ. അബ്സ്റ്റെയിൻ, റിഫ്രെയിൻ. ഓപ്ഷൻസ് നോക്കാം. കണ്ടെയ്ൻ, ഉൾക്കൊള്ളുക. ഒബ്റ്റെയിൻ, നേടുക. റീറ്റെയിൻ, നിലനിർത്തുക. അടുത്തത് ഇംബൈബ്. ഇംബൈബ് എന്നാൽ ഉൾക്കൊള്ളുക. ഇംബൈബ്, ഉൾക്കൊള്ളുക. ഇംബൈബിൻ്റെ സിനോണിമാണ് അസിമിലേറ്റ്. ഇംബൈബ്, അസിമിലേറ്റ്. ഓപ്ഷൻസ്: ഇജക്റ്റ്. ഇജക്റ്റ് എന്നാൽ പുറന്തള്ളുക. ഡിസ്ചാർജ്, പുറന്തള്ളുക അല്ലെങ്കിൽ ഒഴിവായി പോവുക. എമാസ്, ശേഖരിക്കുക. ഇംബൈബ് സിനോണിം അസിമിലേറ്റ്. അടുത്തത് എക്ലെയിം. എക്ലെയിം എന്നാൽ സ്വീകരിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക എന്നതാണ് എക്ലെയിമിൻ്റെ മീനിങ്. അതിൻ്റെ സിനോണിമാണ് അപ്രൂവൽ. എക്ലെയിം, അപ്രൂവൽ. ഡിസ്ഫേവർ, അനിഷ്ടം. ഹ്യൂമിലിയേഷൻ, അപമാനം. സെൻഷ്വർ, കുറ്റപ്പെടുത്തൽ. അടുത്തത് ഗ്രാജുവൽ. ക്രമേണ, ചിട്ടയോടെ എന്നർത്ഥമുള്ള പദമാണ് ഗ്രാജുവൽ. അതിൻ്റെ സിനോണിമായി വരുന്നതാണ് സ്റ്റഡി. റാപ്പിഡ് എന്നാൽ അതിവേഗം. അബ്രപ്റ്റ്, സഡൻ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് എന്നർത്ഥമുള്ള പദങ്ങളാണ്. അപ്പോൾ ഗ്രാജുവൽ സിനോണിം സ്റ്റഡി. നെക്സ്റ്റ്, ഇമ്മീഡിയറ്റ്, ഉടനെ. ഇമ്മീഡിയറ്റ്. ഇമ്മീഡിയറ്റിൻ്റെ സിനോണിമാണ് സഡൻ. ഇമ്മീഡിയറ്റ്, സഡൻ. ഡിസ്റ്റൻ്റ് എന്നാൽ അകലെ. റിമോട്ടും അകലെ തന്നെയാണ്. നിയർ, അടുത്ത്. നെക്സ്റ്റ്, ലാറ്റൻ്റ്, ഒളിഞ്ഞിരിക്കുന്ന എന്നർത്ഥമുള്ള പദമാണ് ലാറ്റൻ്റ്. ലാറ്റൻറ്റിൻ്റെ സിനോണിമാണ് കൺസീൽഡ്. ലാറ്റൻ്റ്, കൺസീൽഡ്. ഒബ്വിയസ് എന്ന് പറയുന്നത് വ്യക്തമായ. അപ്പാരൻറ്റ്, പ്രത്യക്ഷമായ. മാനിഫെസ്റ്റ്, പ്രകടമായത്. ലാറ്റൻ്റ് സിനോണിം കൺസീൽഡ്. നെക്സ്റ്റ് വൺ, അഡപ്റ്റ്. അഡപ്റ്റ് എന്നാൽ പ്രഗത്ഭൻ. അതിൻ്റെ സിനോണിമാണ് എക്സ്പേർട്ട്. അഡപ്റ്റ്, എക്സ്പേർട്ട്. അഡ്ജസ്റ്റ്, ക്രമീകരിക്കുക. അഡോർ, ആരാധിക്കുക. എക്സ്പ്ലെയിൻ, വിശദീകരിക്കുക. നെക്സ്റ്റ് വൺ, ഹാരോ. ഹാരോ എന്നാൽ മനോവേദനപ്പെടുത്തുക. ട്രബിൾ. ഹാരോ സിനോണിമാണ് ട്രബിൾ. നെക്സ്റ്റ് വൺ, എൻമിറ്റി. എൻമിറ്റി എന്നാൽ ശത്രുത. എൻമിറ്റിയുടെ സിനോണിമാണ് ഹോസ്റ്റിലിറ്റി. എൻമിറ്റി, ഹോസ്റ്റിലിറ്റി. ആംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ കോണുകളുള്ള എന്നർത്ഥമുള്ള പദം. ഓഡിറ്റി, വിചിത്രത. എക്സെൻട്രിസിറ്റി, വിചിത്ര സ്വഭാവമുള്ള. നെക്സ്റ്റ് വൺ, ഡ്രോൺ. ഡ്രോൺ എന്നാൽ മുങ്ങുക. ഡ്രോണിൻ്റെ സിനോണിമാണ് സിങ്ക്. ഡ്രോൺ, സിങ്ക്. നെക്സ്റ്റ്, ബ്രെവിറ്റി. ബ്രെവിറ്റി എന്നാൽ സംഗ്രഹം. അതിൻ്റെ സിനോണിമാണ് കൺസൈസ്നെസ്. ബ്രെവിറ്റി, കൺസൈസ്നെസ്. നെക്സ്റ്റ്, റീഡ്, അഭ്യസിക്കുക, പഠിക്കുക. അതിൻ്റെ സിനോണിമാണ് പെർയൂസ്. റീഡ്, പെർയൂസ്. പെർസീവ് എന്നാൽ ഗ്രഹിക്കുക. പെർട്ടെയിൻ, ബന്ധപ്പെട്ട. പെർസ്വേഡ്, അനുനയിപ്പിക്കുക. അപ്പോൾ റീഡിൻ്റെ സിനോണിമാണ് പെർയൂസ്. നെക്സ്റ്റ് വൺ, പാത്തറ്റിക്. പാത്തറ്റിക് എന്നാൽ ദയനീയമായ. പിറ്റിഫുള്ളാണ് അതിൻ്റെ സിനോണിം. എംഫാറ്റിക് എന്നാൽ ഊന്നി പറയുക. സിമ്പതറ്റിക്, സഹതാപമുള്ള. അഗ്രസീവ്, വിനാശകരം. പാത്തറ്റിക്, പിറ്റിഫുൾ. നെക്സ്റ്റ്, ഇമാൻസിപ്പേറ്റ്. ഇമാൻസിപ്പേറ്റ് എന്നാൽ മോചിപ്പിക്കുക. ഇമാൻസിപ്പേറ്റിൻ്റെ സിനോണിമാണ് മേക്ക് ഫ്രീ. പ്രധാനപ്പെട്ട
15 വേർഡ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഹെയ്റ്റ്, അബോർ, അബ്സ്റ്റെയിൻ, റിഫ്രെയിൻ, ഇംബൈബ്, അസിമിലേറ്റ്, എക്ലെയിം, അപ്രൂവൽ, ഗ്രാജുവൽ, സ്റ്റഡി, ഇമ്മീഡിയറ്റ്, സഡൻ, ലാറ്റൻറ്റ്, കൺസീൽഡ്, അഡപ്റ്റ്, എക്സ്പേർട്ട്, ഹാരോ, ട്രബിൾ, enmity, hostility, drown, sink, brevity, conciseness, raid, peruse, pathetic, painful, emancipate, make free. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക. താങ്ക് യു.